ഹായ് ഓൾ വെൽക്കം ബാക്ക്. എന്തെല്ലാന്ന് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു സ്പെഷ്യൽ പിസ്സ റെസിപ്പിയാണ് കാണിക്കുന്നത്. പിസ്സ റെസിപ്പി ഞാൻ തന്നെ 2-3 വർഷം മുന്നേ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് നമ്മുടെ കടയിൽ നിന്നൊക്കെ കിട്ടുന്ന പോലത്തെ ഒറിജിനൽ പിസ്സ സോസൊക്കെ വെച്ചിട്ടുള്ള ഒരു റെസിപ്പിയാണ് കാണിച്ചിട്ടുണ്ടായത്. അതുപോലെ തന്നെ യൂട്യൂബിൽ തന്നെ ഒരുപാട് പേര് കാണിച്ച റെസിപ്പീസാണ് അല്ലേ. അപ്പോൾ പക്ഷേ ഈ ഒരു പിസ്സ റെസിപ്പി യൂട്യൂബിലൊന്നും ആരും കാണിച്ചിട്ടുണ്ടായില്ല. കാരണം എൻ്റെതായ രീതിയിൽ ഞാൻ തന്നെ ട്രൈ ചെയ്ത് സക്സസ് ആയ റെസിപ്പിയാണ് കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു റെസിപ്പി കാണിക്കാനുള്ള മെയിൻ പ്രത്യേകത ഇതിൻ്റെ സോസും അത് ഒരു ഫില്ലിങ്ങും കാര്യങ്ങളൊക്കെ മൊത്തത്തിലൊരു പ്രത്യേകത ഉള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ മൊത്തത്തിൽ കാണുമ്പോൾ എങ്ങനെയാണെന്നുള്ളത് മനസ്സിലായിക്കോളും. അപ്പോൾ ഇത് കാണിക്കാനുള്ള പ്രത്യേകത എന്ന് പറയുന്നത്, ഞാൻ കുറച്ച് ദിവസം മുന്നേ ഈദ് വ്ളോഗ് ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ ഒരു ഈദ് വ്ളോഗിൽ അനിയത്തി ഹസ്ബൻഡ് വന്ന സമയത്ത് ഈ ഒരു പിസ്സ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടിട്ട് ഒരുപാട് പേഴ്സണൽ മെസ്സേജും അതുപോലെ തന്നെ എനിക്കൊന്നൊരു പകുതി മുക്കാൽ കമൻറ്റും ഇതിൻ്റെ റെസിപ്പി വേണം എന്നുള്ളതായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ പെട്ടെന്ന് തന്നെ കാണിക്കുക എന്നുള്ളത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോയാലോ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ പിസ്സയുടെ ബേസ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് അതിലേക്കുള്ള മാവ് റെഡിയാക്കി വെക്കാം. അപ്പോൾ ഈ ഒരു ബൗളിലേക്ക് ഞാനിത് 2 കപ്പ് മൈദയാണ് ഇട്ട് കൊടുക്കുന്നത്. എൻ്റെത് 250 ml മെഷറിംഗ് കപ്പാണ്. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ചേർക്കുന്നത്. ഇൻസ്റ്റൻറ്റ് ആയതുകൊണ്ട് ഡയറക്റ്റ് മാവിൽ പൊടിയിൽ തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്. അഥവാ നിങ്ങളുടെ കയ്യിൽ ഡ്രൈഡ് ഈസ്റ്റാണെന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് പൊങ്ങാൻ വേണ്ടി വെച്ചിട്ട് വേണം കേട്ടോ അതിൻ്റെ വെള്ളം ഒഴിക്കാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ പാകത്തിനുള്ള ഉപ്പ് ചേർക്കുന്നുണ്ട്. പിന്നെ മെയിനായിട്ട് പിസ്സക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി നമ്മൾ ഒറിഗാനോ യൂസ് ചെയ്യല്ല. അത് കുറച്ച് മാവിലും കൂടി എടുത്ത് കഴിഞ്ഞാൽ ഒരു എക്സ്ട്രാ ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഒറിഗാനോ എടുക്കുമ്പോൾ കയ്യിൽ ഇതുപോലെ എടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് നേരിടിയിട്ട് ഇട്ട് കൊടുക്കുമ്പോൾ ഒരു നല്ലൊരു ടേസ്റ്റ് കിട്ടും. പിന്നെ എല്ലാം കൂടി സ്പൂൺ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് നന്നായിട്ട് അങ്ങ് മിക്സാക്കി കൊടുക്കാം. ഇനിയിപ്പോൾ ഈ ഒരു മാവ് കുഴച്ചെടുക്കേണ്ടത് ഒന്നിക്കിൽ ഇളം ചൂടുള്ള വെള്ളത്തിൽ അല്ലെങ്കിൽ ഇളം ചൂടുള്ള പാലിലാണ് കുഴച്ചെടുക്കേണ്ടത്. ഞാനിപ്പോൾ പാലിലാണ് കേട്ടോ ഇന്നത്തെ പിസ്സ കുഴക്കുന്നത്. ഇതൊരു എക്സ്ട്രാ ഫ്ലേവർ ഉണ്ട് നമ്മുടെ ഒരു മാവിന് കിട്ടാൻ. പാലിൽ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ഇളം ചൂടുള്ള വെള്ളം എടുത്താലും മതി. അപ്പോൾ ഇതുപോലെ കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്താൽ മാത്രം മതി. അപ്പോൾ നല്ലപോലെ കൈകൊണ്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. ഏതാണ്ട് ഇതുപോലെ കുഴഞ്ഞ് വരുന്ന സമയത്ത് കുറച്ച് ഓയിലോ സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ ഒലീവ് ഓയിലോ ഏതാണോ കയ്യിലുള്ളത് അത് ഏകദേശം 1 ടേബിൾ സ്പൂൺ അങ്ങനെ ഒഴിച്ചിട്ട് കൈകൊണ്ടൊന്ന് നന്നായിട്ടൊന്ന് തടവി കൊടുക്കുക. ബൗളിൻ്റെ സൈഡിലും മാവിലുമായിട്ട് തടവി കൊടുത്ത് നന്നായിട്ടൊന്ന് കുഴച്ച് ഈ ഒരു രീതിയിൽ നന്നായി അടിപൊളിയാക്കി നല്ല സോഫ്റ്റ് മാവാക്കി മാറ്റിയെടുക്കുക കേട്ടോ. ഇത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ ഇതുപോലൊരു ക്ലീൻ റാപ്പോ അല്ലെങ്കിൽ നല്ല ടൈറ്റുള്ള അടപ്പോ എന്തെങ്കിലും വെച്ചിട്ട് നന്നായിട്ട് എയർ കിടക്കാത്ത രീതിയിലൊന്ന് കവർ ചെയ്ത് കൊടുക്കണം. നല്ലപോലെ മാവ് പൊങ്ങി കിട്ടണം. പിന്നെ ഓരോ ക്ലൈമറ്റിനനുസരിച്ച് ടൈമിങ്ങിൽ വ്യത്യാസം വരും. ചുരുങ്ങിയതൊരു 2 മണിക്കൂറിന് മേലെ എന്തായാലും വരും കേട്ടോ മാവ് പൊങ്ങാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ ഇതാ നമുക്കിതിലേക്കുള്ള ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള മസാല റെഡിയാക്കി വെക്കാം. അപ്പോൾ ഞാനിത് 250-260 ഗ്രാമോളം ഏകദേശം ചിക്കൻ പീസസ് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടാണ് ബോൺലെസ് ചിക്കനാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മസാല വെച്ചിട്ടും ഈ ഒരു ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ പിസ്സക്ക്. ഞാനിപ്പോൾ ഒരു നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു മസാല കാണിച്ചു തരാം. അപ്പോൾ ഇതാ ചിക്കനിലേക്ക് 1/4 കപ്പ് തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ പൊടികളായിട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടീസ്പൂൺ മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അത് നിങ്ങളുടെ എരിവ് നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മാത്രം മതി. പിന്നെ 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ ചെറിയ ജീരകമില്ലേ ക്യുമിൻ സീഡ് അതൊന്ന് ചതച്ചിട്ടോ അല്ലെങ്കിൽ പൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ അതായാലും മതി കേട്ടോ. പിന്നെ 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. എല്ലാം കൂടി ചേർത്തിട്ട് കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ ഇതിനിടയിൽ ഉപ്പിടാൻ വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഉപ്പും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ മസാല റെഡിയാക്കി കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വെക്കാൻ സമയമുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു 10-15 മിനിറ്റ് ഒന്ന് വെച്ചാൽ നല്ലതാണ് കേട്ടോ. എന്നിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുത്താൽ മാത്രം മതി. ഇനിയിപ്പോൾ നമുക്കൊരു പിസ്സ സോസ് പെട്ടെന്ന് ഇൻസ്റ്റൻ്റായിട്ട് ചെയ്തെടുക്കുന്നൊരു രീതി കാണിച്ചു തരാം. അപ്പോൾ ഒറിജിനൽ പിസ്സ സോസിൻ്റെ റെസിപ്പി ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഒരു 2-3 വർഷം മുന്നേ ഒരു പിസ്സയുടെ റെസിപ്പി കാണിച്ചിട്ടുണ്ടല്ലോ, അതിൽ കാണിച്ചിട്ടുണ്ട്. ഞാൻ ലിങ്ക് പിൻ കമൻറ്റായിട്ട് കൊടുക്കാം കേട്ടോ. അത് വേണമെന്നുണ്ടെങ്കിൽ അതെടുത്ത് നോക്കിയാൽ മതി. ഇനിയിപ്പോൾ ഇതാ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള പിസ്സ സോസിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് ടൊമാറ്റോ കെച്ചപ്പ്, ഇതിന് കറക്റ്റ് അളവില്ല, നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് നമുക്ക് എത്രത്തോളം സോസ് വേണം അതിനനുസരിച്ച് എടുക്കാം. പിന്നെ ഇതിലേക്ക് മെയിനായിട്ട് വേണ്ടത് ഒറിഗാനും ചില്ലി ഫ്ലേക്സുമാണ്. ഇത് 3 മാത്രം മതി. എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അത്രയും പരിപാടിയുള്ളൂ. നല്ല അടിപൊളി പവർഫുൾ സോസാണ് ഇത് കാണിച്ചിട്ടുള്ള. എന്തായാലും ഇങ്ങനെ ഒന്ന് ട്രൈ ആക്കി നോക്കുക കേട്ടോ. പെട്ടെന്ന് പരിപാടി കഴിയുകയും ചെയ്യും. ഇനിയിപ്പോൾ ഇതാ നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്ത് തുടങ്ങാം. നമ്മുടെ ഇതിലേക്കുള്ള ഫില്ലിങ് റെഡിയാക്കാം. അപ്പോൾ ഇതാ പാനിലേക്ക് ഞാൻ ആദ്യം തന്നെ ഒരു 1-2 ടേബിൾ സ്പൂൺ ഓയിലാണ്, സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിലേക്ക് നമ്മൾ മസാല റെഡിയാക്കി വെച്ചിട്ടുള്ള ചിക്കനില്ല അത് മൊത്തത്തിൽ മസാലയോട് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരുപാട് എണ്ണ ഒഴിച്ചിട്ട് ഫ്രൈ ചെയ്യേണ്ട കേട്ടോ. ഈ ഒരു ചിക്കൻ ചെറിയ എണ്ണയിൽ ഫ്രൈ ചെയ്യുമ്പോഴാണ് ഇതിന് ടേസ്റ്റ് കൂടുതൽ ഉണ്ടാവുക. എന്നിട്ട് ഇതാ നന്നായിട്ട് കണ്ടിന്യൂസ് ആയിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക. ആ ഒരു ഓയിലിലേക്ക് എടുത്തിട്ട് നല്ലപോലെ മിക്സ് ആക്കി കൊടുത്തിട്ടുണ്ട്.
അങ്ങനെ ഇതാ നമ്മുടെ ചിക്കൻ മിക്സ് ആയതിന് ശേഷം ഇനിയിപ്പോൾ നല്ലപോലെ ചിക്കൻ ഇതുപോലെ വെള്ളം ഇറങ്ങി വരും കേട്ടോ. ഇത് പിന്നെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കേണ്ട, എല്ലാവർക്കും അറിയുന്നുണ്ടല്ലോ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് വെള്ളം ഇറങ്ങി വന്നാൽ ഇടയ്ക്ക് ഇതുപോലെ ഇളക്കി കൊടുക്കണേ. എന്നിട്ട് വെള്ളമൊക്കെ നന്നായിട്ട് ഈ ഒരു രീതിയിൽ വറ്റിച്ചെടുത്തതിന് ശേഷം നല്ലപോലെ ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. ഇത്രയും പരിപാടികളും നമ്മുടെ ചിക്കൻ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അങ്ങനെ ചിക്കൻ ഫ്രൈ ആയി വന്നതിന് ശേഷം ഈ ഒരു പിസയുടെ ഫില്ലിങ് ഒരു പ്രത്യേകതയുള്ള ഒരു ഫില്ലിംഗ് ആണ്. ഞാൻ എൻ്റെതായ രീതിയിൽ ട്രൈ ചെയ്ത് സക്സസ് ആയ ഒരു റെസിപ്പിയാണ് കേട്ടോ നിങ്ങൾക്ക് വേണ്ടി കാണിക്കുന്നത്. അപ്പോൾ ഇത് സാധാരണ നമ്മൾ ചിക്കൻ വേറെ വെജീസ് വേറെ ആക്കിയിട്ടില്ല പിസക്ക് ബേസിൽ ഇട്ട് കൊടുക്കാം. പക്ഷേ ഇത് ഞാൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഫ്രൈ ചെയ്ത പാനിലേക്ക് തന്നെ നമ്മൾ ക്യാപ്സിക്കം, സവോള, തക്കാളി ആ ഒരു കുരുവും വെള്ളവും പോർഷൻ കട്ട് ചെയ്തിട്ട് ഒഴിവാക്കിയിട്ടാണ് എല്ലാം കൂടി ഒരേ സൈസ് കട്ട് ചെയ്തിട്ട് ഈ ഒരു വലുപ്പത്തിൽ, നല്ല ചെറുതാക്കണ്ട കേട്ടോ, ഈ ഒരു വലുപ്പത്തിൽ കട്ട് ചെയ്തിട്ട് നന്നായിട്ടൊന്നങ്ങ് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ സാധാരണ നമ്മൾ പിസക്ക് ഇങ്ങനെയല്ലല്ലോ ചെയ്യുക, പക്ഷേ ഇതെന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ആ ഒരു പച്ചക്ക് കടിക്കുന്ന ടേസ്റ്റ് മാറിക്കിട്ടെ, അത്രേ വേണ്ടുള്ളൂ. അപ്പോൾ ജസ്റ്റ് ഒരു മിനിറ്റ് ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി ലാസ്റ്റ് ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള സോസ് ഇല്ലേ, അത് 1-2 സ്പൂണായിട്ട് എത്രത്തോളം നിങ്ങൾക്ക് ടേസ്റ്റിന് വേണം അത് ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. ഉടനെ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ലാസ്റ്റ് ഉപ്പൊന്ന് ചെക്ക് ചെയ്തിട്ട് ഇട്ട് കൊടുക്കണം, കാരണം നമ്മൾ ചിക്കനിൽ ഇട്ടിട്ടുണ്ട്, സോസിലും അത്യാവശ്യം ഉപ്പുണ്ടല്ലോ. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ മാത്രം കുറച്ച് വെജീസ് പിടിക്കാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ ഒരു വെജീസ് ഓവറായിട്ട് വാടി വരാൻ പാടില്ല. ജസ്റ്റ് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഉടനെ ഫ്ലെയിം ഓഫ് ചെയ്ത് അടച്ച് വെച്ച് കൊടുക്കുക. അങ്ങനെ ഇതാ നമ്മുടെ ഫില്ലിങ് റെഡിയായി. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഞാൻ ഇതുപോലെ അടച്ചു വെച്ചിട്ടുണ്ട്. അതവിടെ റെസ്റ്റിന് ഇരിക്കട്ടെ. ആ ഒരു സമയം കൊണ്ട് നമ്മുടെ ചിക്കൻ്റെ ആ ഒരു മസാലയൊക്കെ വെജീസിൽ പിടിക്കും കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് അവിടെ അടച്ചു വെച്ചിട്ടുള്ളത്. ഇനിയിപ്പോൾ ഈ ഒരു സമയം കൊണ്ട് നമുക്കിതാ ഓവൺ ഒന്ന് പ്രീ ഹീറ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. അപ്പോൾ ഓവൺ പ്രീ ഹീറ്റ് ചെയ്യുന്നത് ഞാൻ 200-220 സെൽഷ്യസിൽ ടെമ്പറേച്ചർ സെറ്റ് ചെയ്യാം. പിന്നെ മൊത്തത്തിൽ ഓവറോൾ കോയിൽ, ചൂടാവുന്ന കോയിലില്ലേ, അതിലേക്കാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഒരു 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യാൻ വേണ്ടി വെക്കുക കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ, അതവിടെ ഇരിക്കട്ടെ. അങ്ങനെ ഇതാ ആ ഒരു ഓവൺ അവിടുന്ന് പ്രീ ഹീറ്റ് ആകുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്ക് പിസ്സൻ്റെ എല്ലാം സെറ്റിങ്സും ചെയ്ത് വെക്കാം കേട്ടോ. അപ്പോൾ പിന്നെ പെട്ടെന്ന് തന്നെ റെഡിയാക്കി വെക്കാമല്ലോ. അപ്പോൾ ഇതാ ഞാൻ മാവ് നന്നായിട്ട് ഒരു 2.5 മണിക്കൂർ കൊണ്ടൊക്കെ ഞാൻ പെട്ടെന്ന് തന്നെ എടുത്തിട്ടുണ്ടായിരുന്നത്. കുറച്ചും കൂടി ടൈം വെക്കുകയാണെങ്കിൽ ഈലും നന്നായിട്ട് പൊങ്ങി വരും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നല്ല ആരെടുത്ത് നന്നായിട്ട് തന്നെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ജസ്റ്റ് ഒന്ന് പതുക്കെ ബലം ഇല്ലാതെ ഒന്ന് കുഴച്ച് കൊടുക്കുക കേട്ടോ. പിന്നെ ഏതിലാണോ നിങ്ങൾ ഓവണിൽ പിസ്സ റെഡിയാക്കാൻ വേണ്ടി വെക്കുന്ന ആ ഒരു പ്ലേറ്റ് എടുക്കാം. അതിൽ കുറച്ചൊന്ന് ഓയിലോ ബട്ടറോ എന്തെങ്കിലും ഒന്ന് തടവി കൊടുക്കണം, ബ്രഷ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എന്നിട്ട് കൈകൊണ്ട് തന്നെ മാവ് ഇതുപോലെ നല്ലപോലെ പ്രത്യേകം ശ്രദ്ധിക്കുക, പരത്തുമ്പോൾ ഒരേ കനത്തിൽ എല്ലാ സൈഡിലും മാവ് കിട്ടുന്ന രീതിയിൽ പരത്തി കൊടുക്കണം, എങ്കിലേ കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഇതുപോലെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് പരത്തി കൊടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ പരന്ന് കിട്ടിക്കോളും കേട്ടോ. അല്ലെങ്കിലും പരന്ന് കിട്ടും, നല്ല സോഫ്റ്റ് മാവാണല്ലോ. അപ്പോൾ ഞാൻ എൻ്റെത് എനിക്കിപ്പം കാണുമ്പോൾ മനസ്സിലാവും, നല്ല വലിയ ട്രേ ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരെണ്ണം ആക്കിയിട്ട് വലിങ്ങനെ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങളുടെ കയ്യിലുള്ള ട്രേ ചെറുതാണെങ്കിൽ 2 പിസക്കുള്ള മാവ് ഉണ്ടാവും കേട്ടോ. ഇത് ചെറുതാണെങ്കിലേ അത് നിങ്ങൾ നോക്കിയിട്ട് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. അപ്പോൾ ഇതാ ഈ ഒരു രീതിയിൽ എല്ലാ സൈഡിലും ഒരേ കനത്തിൽ പരത്തി കൊടുത്തതിന് ശേഷം ഒരു ഫോർക്കോ കത്തി എന്തെങ്കിലും വെച്ച് ജസ്റ്റ് ഒന്ന് ഡോട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഓവറായിട്ട് മാവ് പൊങ്ങി പുറത്ത് പോവില്ല കേട്ടോ, പൊന്തി പുറത്തേക്കായിട്ട് വരില്ല. അത് നിങ്ങൾക്ക് അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ചെയ്യാം. പിന്നെ നിങ്ങൾ 2 എണ്ണാക്കി ചെയ്യുക, അഥവാ ചെറിയ സൈസ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള സോസ് ഇല്ലേ, അത് എത്രത്തോളം വേണോ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ഇട്ട് കൊടുക്കുക കേട്ടോ, എല്ലാ സൈഡിലും എത്തുന്ന രീതിയിൽ. അപ്പോൾ സോസ് ഇതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിൽ മൊസറല്ല ചീസാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതൊക്കെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി, അതുകൊണ്ടാണ് ഞാൻ കറക്റ്റ് അളവൊന്നും പറയാതെ. അപ്പോൾ ഇതാ ചീസും ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട്, എല്ലാ സൈഡിലും എത്തുന്ന രീതിയിൽ. പിന്നെ സ്ലൈസ് ചീസില്ലേ, അതുണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടി ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഞാൻ പൊതുവേ ഇടാറുണ്ട്, പക്ഷേ ഇന്ന് കയ്യിലുണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഇട്ട് കൊടുക്കുന്നില്ല. അപ്പോൾ ഇതാ ചീസ് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ്ങും കൂടി ഇട്ട് കൊടുക്കുക. ഫില്ലിങ്ങിനൊരു പ്രത്യേക ഫ്ലേവറും മണവും ഒക്കെ വരും കേട്ടോ. അപ്പോൾ ഇതാ ഇത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എത്രത്തോളം വേണം ഇട്ട് കൊടുക്കാം, നമ്മളിപ്പോൾ വീട്ടിൽ ചെയ്യുന്നത് കൊണ്ട് തന്നെ കുറച്ച് അത്യാവശ്യം റിച്ച് ആയിക്കോട്ടെ എന്ന് കരുതിയിട്ട് നന്നായിട്ട് തന്നെ ഫില്ലിങ്ങൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊക്കെ നിങ്ങളുടെ ടേസ്റ്റാണ്. അങ്ങനെ ഇതാ ഫില്ലിങ് ഇട്ട് കൊടുത്ത് വീണ്ടും മുകളിൽ സോസ് വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം, കുറവായിട്ട് തോന്നുവാണെങ്കിൽ. എന്നിട്ട് വീണ്ടും നമ്മൾ ചീസ് ഇട്ട് കൊടുക്കുക കേട്ടോ. അങ്ങനെ അത് ചീസ് നിറയെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഒറിഗാനും ചില്ലി ഫ്ലേക്സും ഇതുപോലെ മുകളിൽ വിതറി കൊടുക്കുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ, നമ്മുടെ പിസ്സ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ ഒലീവ്സും കൂടി പിസ്സയുടെ മുകളിൽ ഇട്ട് കൊടുക്കാറുണ്ട് കേട്ടോ. എൻ്റെ കയ്യിലിപ്പോൾ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നില്ല. അത് നിർബന്ധമൊന്നുമില്ല കേട്ടോ, കയ്യിലുണ്ടെങ്കിൽ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മാത്രം മതി. ഇനിയും പെട്ടെന്ന് തന്നെ ഓവനിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇത് ഓവണ് നല്ലപോലെ പ്രീ ഹീറ്റായിട്ട് ഓഫായിട്ടുണ്ട്. ഇനി ഇതുപോലെ പിസ്സ ഇറക്കി വെച്ച് കൊടുക്കാം, അടച്ച് വെച്ച് കൊടുക്കാം. എന്നിട്ടൊരു 10 മിനിറ്റാണ് ഞാൻ ടൈമർ വെക്കുന്നുള്ളൂ. കറക്റ്റ് 10 മിനിറ്റ് കൊണ്ട് സെറ്റായിട്ട് കിട്ടും കേട്ടോ. ചീസൊക്കെ മെൽട്ടായി ബേസൊക്കെ വെന്ത് കിട്ടിക്കോളും, വേറെ ഒരു പരിപാടിയില്ല. പിന്നെ ഓരോ ഓവണിൽ 1-2 മിനിറ്റ് ടൈം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആകും. അത് നിങ്ങളുടെ കയ്യിലുള്ള ഓവനനുസരിച്ച് ടൈം അഡ്ജസ്റ്റ് ചെയ്താൽ മാത്രം മതി.
അങ്ങനെ ഇതാ കറക്റ്റ് 10 മിനിറ്റ് ആകുമ്പോൾ നമ്മുടെ പിസ്സ റെഡി ആയിട്ടുണ്ട്. ഓവനിൽ നിന്ന് ഞാൻ പതുക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇതാ സെർവ് ചെയ്ത് കൊടുത്തിട്ട് നല്ല അടിപൊളിയായിട്ട് ചീസൊക്കെ മെൽട്ടായി നല്ലപോലെ കുക്കായി വന്നിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം, ഓവൻ ഇല്ലയെന്ന് വിചാരിച്ചിട്ട് ആരും വിഷമിക്കേണ്ട കേട്ടോ. ഞാൻ ഫസ്റ്റ് കമൻറ്റ്, അതായത് പിണ്ട് കമൻറ്റായിട്ട് ലിങ്ക് കൊടുക്കാം. ഞാൻ കുറേ 2-3 വർഷം മുന്നേ ഒരു നമ്മൾ കടയിൽ നിന്നൊക്കെ കിട്ടുന്ന പോലത്തെ ആ ഒരു പിസ്സ റെസിപ്പി ചെയ്തിട്ടുണ്ടല്ലോ, ഒറിജിനൽ പിസ്സ റെസിപ്പി. അതിൽ ഓവൻ ഇല്ലാതെ ചെയ്യുന്ന വീഡിയോ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു എങ്ങനെയാണ് ഓവൻ സെറ്റപ്പ് നമ്മൾ വീട്ടിൽ ചെയ്തെടുക്കുന്നത് എന്നുള്ളത് മനസ്സിലാവും കേട്ടോ. അപ്പോൾ അത് കണ്ടിട്ട് ഈ ഒരു റെസിപ്പി ഉണ്ടാക്കി നോക്കിയാൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതാ ഞാൻ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അടിപൊളി ടേസ്റ്റാണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ്. അപ്പോൾ എന്തായാലും ഈ ഒരു രീതിയിലൊന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക കേട്ടോ. ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അനിയത്തേക്ക് ഉണ്ടാക്കി കൊടുത്ത പിസ്സ റെസിപ്പി നമുക്കും കൂടി കാണിക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് ഞാൻ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടമാവും തന്നെ വിചാരിക്കുന്നുണ്ട്. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.